ഇപ്പോൾ ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ. രാഷ്ട്രീയപരമായി നേരിട്ട ഒരു 26 പേര് 73 ദിവസം ജയിലിൽ കിടന്നായിരുന്നു. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിന് എന്താ രാഷ്ട്രീയം? ഈ മോഷണത്തിനും കൊള്ളയ്ക്കും കൂട്ടു നിൽക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറ്റേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയല്ലല്ലോ അവര് പത്രക്കുറിപ്പല്ലേ ഇറക്കിയത്. ഇപ്പോൾ രഹസ്യമായി നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ചോർത്തിയെത്തുന്ന വാർത്തയൊന്നുമല്ലല്ലോ. അവരുടെ കയ്യിൽ വളരെ കൃത്യമായ രേഖകളില്ലാതെ ഞാൻ മാധ്യമങ്ങളിൽ നിന്നാണ് അവരുടെ ലോഗോ സഹിതമുള്ള അവരുടെ ലെറ്റർ പാഡിൽ ഇറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ അസത്യമായ കാര്യങ്ങൾ പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അവർ ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് ഇറക്കിയത്. തീർച്ചയായിട്ടും വളരെ ഗൗരവമായി റിയാസിൻ്റെയും നമുക്കറിയാം കോഴിക്കോട് മാധ്യമപ്രവർത്തകർ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. കോഴിക്കോട് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഈ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അവിടെ നടന്നതെന്ന് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് കോഴിക്കോട്ട് വലിയൊരു ലോബി തന്നെ ഉണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംസാരിക്കാനെന്നുള്ളതാണ്. അല്ല ഈ ഇത്തരം റിയാസുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ അവിടെ വലിയ സമ്പന്നന്മാരായി മാറി എന്നുള്ള വാർത്തയാണ് മാധ്യമപ്രവർത്തകരിൽ നിന്നും എടുത്തത്. അത് ഇപ്പം റെയ്ഡിൽ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സമ്പന്നന്മാരായവരാണെന്നാണ് ഞാൻ പറഞ്ഞില്ല. എനിക്ക് നേരിട്ട് അറിയാവുന്നത് മാധ്യമപ്രവർത്തകരിൽ നിന്നും ഞാൻ അറിയാൻ തരും. മാത്രമല്ല ഇന്നലെ റിയാസ് എന്താ പറഞ്ഞേ, പെട്ടെന്ന് രംഗത്ത് വന്നിട്ട് പറഞ്ഞു ഇത് രാഷ്ട്രീയമാണ്. മുഹമ്മദ് റിയാസിന് എതിരെയുള്ള ആരോപണം എന്ന നിലയിലല്ല ഈ ആളുകൾ റെയ്ഡ് ചെയ്യപ്പെട്ടതാണോ? അല്ലല്ലോ. വീണയുടെ ഡയറിയിൽ നിന്നും ട്രാൻസാക്ഷൻ നടന്നു എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ ഇവർ റെയ്ഡ് വന്നത്. അപ്പോൾ റിയാസുമായി ബന്ധപ്പെട്ടല്ല റെയ്ഡ് വന്നത്. ഇവർ റിയാസിന്റെ സുഹൃത്തുക്കളാണെന്നുള്ളത് പിന്നീട് മാധ്യമങ്ങളിൽ നിന്നും അല്ലാതെയും നമ്മൾ അറിഞ്ഞ കാര്യമാണ്. പക്ഷെ റെയ്ഡ് നടന്നത് വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിലാണ്. അപ്പോൾ അതിന് റിയാസിന് കണക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാകേണ്ടതും റിയാസിനെയും കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുമാണ്. അല്ല ഇപ്പം ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് അഴിമതിയുടെ ആരോപണവിധേയമായ SLC ലാവിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് പിന്നെ സ്വർണ്ണക്കടത്ത്. ഇപ്പോൾ ഇന്നത്തെ വിവരം അനുസരിച്ചും ഇന്നലെ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും സ്വപ്ന സുരേഷ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയല്ലേ? പണം കടത്തിയിട്ടുണ്ടല്ലോ, ഹവാല പണം കടത്തിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ശരിയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ആരോപണങ്ങൾ എന്തൊക്കെ വന്നിട്ടുണ്ടോ അതെല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന തെളിവുകൾ. കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷണം ശരിയായ ദിശയിലെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. പക്ഷേ മാന്യതയുണ്ടെങ്കിൽ, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ അടിയന്തരമായി മാറി നിൽക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ CPM തയ്യാറാണ്. ഞാൻ ഒരൊറ്റ കാര്യം ചെയ്തേ, ഒരു ഇടപാട് ഒരു സേവനം കൊടുക്കാതെ ഇവിടുത്തെ കമ്പനികൾ ഈ വീണയുടെ അക്കൗണ്ടിലോട്ട് എന്തിനാ പണം ഇടുന്നത്? മുഖ്യമന്ത്രിയായിട്ട് അച്ഛൻ ഇരിക്കുമ്പോൾ മകൾ നടത്തുന്ന സ്ഥാപനത്തിലേക്ക് ഒരു സേവനം നൽകാതെ പണം ഇടുന്നത് ഇനിയും പിണറായി വിജയനെ നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെങ്കിൽ പിണറായി വിജയന് ഇതിനകത്ത് പ്രതിയാണെന്ന് മനസ്സിലായില്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്. അല്ലാതെ എനിക്കത് പറയാനില്ല. കാരണം ഇപ്പോൾ ഷോൺ ജോർജ് PC ജോർജിൻ്റെ മകനാണ്. PC ജോർജ് ക്യാബിനറ്റ് പദവിയിലിരുന്ന സമയത്ത് ഒരു സേവനം ചെയ്യാതെ ഷോൺ ജോർജിന് ആരെങ്കിലും പൈസ തന്നാൽ അത് ഷോൺ ജോർജിനാണോ? ലോജിക്കലി ചിന്തിക്കും, അത് ഷോൺ ജോർജിനാണോ? അല്ല. ഈ യാതൊരു സേവനവും നൽകാതെ വീണ കൈപ്പറ്റിയുള്ള മുഴുവൻ പണവും പിണറായി വിജയൻ്റെ ആണ്. പിണറായി വിജയന് കൊടുത്ത കൈക്കൂലിയാണ്. ഈ നാടിനെ വിറ്റതാണ്. ഞാൻ പറയട്ടെ, തോറിയം ഈ നാട്ടിൽ നിന്നും കടത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മഞ്ഞുമലയുടെ മൂല മാത്രമാണ്. അത്രയായിരം കോടികൾ ഇവിടുന്ന് കടത്തപ്പെട്ടിട്ടുണ്ട്. അത്രയായിരം കോടികൾ ഈ നാടിനെ വിറ്റ് പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം അതായത് 50 കിലോ ആണ്. ഇപ്പോൾ ഈ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന യുദ്ധത്തിൻ്റെ അടിത്തറ എന്നാണെന്നറിയോ? 50 കിലോ യുറാനിയമാണ്. ആകപ്പാടെ ഇറാൻ്റെ കയ്യിലുള്ള 50 കിലോയാണ്. അതിനുവേണ്ടിയാണ് യുദ്ധം നടക്കുന്നത്. ഞാൻ പറഞ്ഞത് യുറാനിയം ഉണ്ടാക്കാൻ കഴിയുന്ന തോറിയം. ശരി, CMRL വിഷയത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.